കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിന്റെ വീഡിയോ കാണാം. നമ്മൾ സാധാരണ വീഡിയോയിൽ ഉണ്ടാക്കാറുള്ളത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി അങ്ങനെയൊക്കെ അല്ലേ. ഒരു വ്യത്യസ്തമായിട്ട് നല്ലൊരു പിടിക്കൊഴക്കട്ടയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് ഇതാ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടുവെള്ളം, ഉപ്പിട്ട ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ട നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട്. വെള്ളം കൂടി പോവരുത്. ഒരു ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കൂല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ട് നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ മണികളാക്കിയിട്ട് എടുക്കാം. കുഴച്ച് വെച്ച മാവിന്ന് ചെറിയ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ വേണ്ട നമ്മളൊന്ന് ബോൾസ് ആക്കി എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവ് ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. മുഴുവൻ മാവ് അതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റാനായിട്ട് ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലത്തെ ഒരു പാത്രം വെച്ചു കൊടുക്കുക. അതിന് മേലെ ഞാൻ ആവി കയറ്റുമ്പോൾ വാഴയില വെക്കുന്നുണ്ട്. 2 വാഴയില ഒന്ന് വാട്ടിയിട്ട് വെച്ചാൽ നല്ലൊരു മണം അതിലിങ്ങനെ കയറും. ഇതിന്റെ മേലെ നമ്മൾ ബോൾസ് ആക്കി വെച്ച ഈ ഇതില്ലേ, അതെല്ലാം കൂടെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. മുഴുവൻ നമ്മൾ ബോൾസ് ആക്കി വെച്ചാൽ മുഴുവൻ ബോൾസ് അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മൂടി തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് ആവി കയറിയിട്ട് ഈ ബോൾസ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായി എടുത്തു വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചെറുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 5 സ്പൂണ് തേങ്ങ ചരുവിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ഇട്ടിട്ട് 2 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോൾസ് ആക്കി ആവി കയറ്റി എടുത്തില്ല, ആ ബോൾസും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ വറവിൽ ഉപ്പും ചേർക്കണ്ട, ബോൾസിൽ തന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ചേർത്ത് കൊടുക്കണ്ട. നന്നായിട്ട് ഇളക്കി ഈ ബോൾസിൻ്റെ എല്ലാ വശത്തും ഈ അരപ്പൊന്നാവുന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഈ കൊഴക്കട്ടയുടെ എല്ലാ സ്ഥലത്താവുന്ന പോലെ ഒന്ന് നമ്മൾ ഈ വറവിലിട്ട തേങ്ങയില്ല അത് ഇതിൽ പൊതിഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. പിടിക്കൊഴക്കട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം എന്തായാലും ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യണം. ഇതുപോലുള്ള